Welcome to the channel Swasta Foods. Hi everyone, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ പക്കോടയാണ്. അതായത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എങ്ങനെ പക്കോട ഉണ്ടാക്കുന്നത്? 3 ഒനിയൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഇങ്ങനെ ഇതെല്ലാം സ്പ്ലിറ്റ് ആക്കി എടുക്കണം. ഇപ്പം ഞാൻ എല്ലാ ഒനിയനും ഇങ്ങനെ നല്ലോണം സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം നല്ലോണം സ്പ്ലിറ്റ് ആക്കുക. ഇനി വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1/2 കപ്പ് കടലമാവാണ് ബേസ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതായത് റൈസ് ഫ്ലോർ. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പ് നല്ലോണം ഫൈനലി ചോപ്ഡ്. പിന്നെ ഫൈനലി ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് കുറച്ച്. 2 ടീസ്പൂൺ ചില്ലി പൗഡർ. നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ പച്ചമുളക് ഇടാവുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്ന ഗരം മസാലയാണ്. ഇതൊരു പിഞ്ച് ഓഫ് ഗരം മസാല മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓരോന്നും 1 by 1 ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം മുളക് പൊടി, എടുത്ത് വെച്ചിട്ട് ഇഞ്ചി അരിഞ്ഞത്, കൊറിയാണ്ടർ ലീവ്സ്, കറിവേപ്പ് അരിഞ്ഞത്, പിഞ്ച് ഓഫ് ഗരം മസാല, റൈസ് ഫ്ലോർ, എടുത്ത് വെച്ചിരിക്കുന്ന കടലമാവ്, എണ്ണ എടുത്ത് വെച്ചിരിക്കുന്നത്, ആവശ്യത്തിന് ഉപ്പിടാം, കുറച്ച് ഉപ്പ്. ഇനി നല്ലവണ്ണം എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം ഇതിനകത്തിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഉള്ളിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം ആവശ്യമാണെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ഒന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കടായി വെച്ചിട്ട് നല്ല ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക. ഇപ്പം എണ്ണ നല്ല ചൂടായിട്ട് ഇനി കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം കാണാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്കിത് എടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ പ്ലേറ്റിൽ വെച്ചിട്ട് അതിലോട്ട് എടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സ്നാക്സിനൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഓനിയൻ പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക.
താങ്ക് യു.